PSC മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 IPL ക്രിക്കറ്റ് മത്സര ഫൈനൽ നടന്ന നഗരം ഏതാണ്? അഹമ്മദാബാദ്. IPL 2025 ചാമ്പ്യനായ ടീം ഏതാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് ചാമ്പ്യനായത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. IPL 2025 ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ പോരാടിയത് ആരാണ്? പഞ്ചാബ് കിങ്സ്. പഞ്ചാബ് കിങ്സ് ആണ് ഫൈനൽ RCBക്കെതിരെ പോരാടിയത്. IPL 2025 ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാൻ ആരാണ്? ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാൻ ആരാണ്? സായ് സുദർശൻ, ഗുജറാത്ത് ടൈറ്റൻസ്. സായ് സുദർശനാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാൻ. പർപ്പിൾ ക്യാപ്പ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ആൾക്ക് കൊടുക്കുന്നതാണ് പർപ്പിൾ ക്യാപ്പ്. പർപ്പിൾ ക്യാപ്പ് നേടിയത് പ്രസീദ് കൃഷ്ണ, ഗുജറാത്ത് ടൈറ്റൻസ്. പ്രസീദ് കൃഷ്ണ ഗുജറാത്ത് ടൈറ്റൻസിനാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. പർപ്പിൾ ക്യാപ്പ് പ്രസീദ് കൃഷ്ണ. പർപ്പിൾ ക്യാപ്പ് പ്രസീദ് കൃഷ്ണ. IPL 2025 മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരായിരുന്നു? മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ സൂര്യകുമാർ യാദവ്. മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവ്. IPL 2025 ഏറ്റവും കൂടുതൽ കിടിലൻ സെഞ്ചുറി നേടിയത് ആരാണ്? ഏറ്റവും കിടിലൻ സെഞ്ചുറി നേടിയത് ആരാണ്? വൈഭവ് സൂര്യവംശി, രാജസ്ഥാൻ റോയൽസ്. വൈഭവ് സൂര്യവംശി, രാജസ്ഥാൻ റോയൽസ്. ചരിത്രത്തിലെ ഏറ്റവും കുറച്ചു വയസ്സുള്ള കളിക്കാരൻ ആരാണ്? IPL ചരിത്രത്തിലെ ഏറ്റവും കുറച്ചു വയസ്സുള്ള കളിക്കാരൻ ആരാണ്? വൈഭവ് സൂര്യവംശി. 14 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയാണ് ഏറ്റവും കുറച്ചു വയസ്സുള്ള കളിക്കാരൻ. IPL 2025 ഫൈനൽ എവിടെ നടന്നത്? അഹമ്മദാബാദ്. ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ചോദിച്ചത്. പഞ്ചാബ് കിങ്സിന്റെ മികച്ച യുവതാരം ആരാണ്? IPL 2025 പഞ്ചാബ് കിങ്സിന്റെ മികച്ച യുവതാരം പ്രിയൻസ് ആര്യ. പ്രിയൻസ് ആര്യയാണ് പഞ്ചാബ് കിങ്സിന്റെ മികച്ച യുവതാരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ശരിയായ പ്രസ്താവനകൾ: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ്. ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലാണ്. ചെനാബ് പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ കൗരി ബക്കർ സ്റ്റേഷനുകൾക്കിടയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഈ പാലത്തിന്റെ ഉയരം എത്രയാണ്? ഈ പാലത്തിന്റെ ഉയരം 359 മീറ്റർ. 359 മീറ്ററാണ് ഈ പാലത്തിന്റെ ഉയരം. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമാണ്. പാലത്തിന്റെ മൊത്തം നീളം എത്ര? പാലത്തിന്റെ മൊത്തം നീളം 1315 മീറ്റർ. 1315 മീറ്റർ. ഈ പാലം ഔദ്യോഗികമായി തുറന്നതെപ്പോൾ? 2025 ജൂൺ 6 ട്രെയിൻ സർവീസ് തുടങ്ങിയത്. ഔദ്യോഗികമായി തുറന്നത് 2025 ജൂൺ 6. ജൂൺ 6. ഈ പാലത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗമായ ഈ പാലം ജമ്മു കാശ്മീർ റെയിൽവേ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്നു. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗമായ ഈ പാലം ജമ്മു കാശ്മീർ റെയിൽവേ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്നു. ഇതും PSCക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചതാണ്. പാലം നിർമ്മിച്ചതിൽ പങ്കെടുത്ത പ്രധാന സ്ഥാപനം ഏത്? പാലം നിർമ്മിച്ചതിൽ പങ്കെടുത്ത പ്രധാന സ്ഥാപനം ഏത്? കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. പദ്ധതിയുടെ മേൽനോട്ടം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആയിരുന്നു. ഇതും PSCക്ക് ചോദിച്ച സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത് അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. അന്താരാഷ്ട്ര ദേശീയ തലത്തിലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ ചേർന്നാണ് പ്രവർത്തിച്ചത്.
ഇപ്പോഴത്തെ ഉക്രൈൻ പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ ഉക്രൈൻ പ്രസിഡന്റ് ആരാണ്? വോളോഡിമർ സെലൻസ്കി. വോളോഡിമർ സെലൻസ്കി ആണ് ഇപ്പോഴത്തെ ഉക്രൈൻ പ്രസിഡന്റ്. വ്ളാഡിമർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് ആണ്. വ്ളാഡിമർ പുടിൻ റഷ്യൻ പ്രസിഡന്റ്. ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്നത് കാനഡയുടെ നേരത്തെയുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി. മാർക്ക് കാർണിയാണ് ഇപ്പോഴത്തെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസ് പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ബാനു മുഷ്താഖ്. ഹാർട്ട്ലാം സെലക്ടഡ് സ്റ്റോറീസ് എന്ന പുസ്തകം ബാനു മുഷ്താഖ് എന്ന ഇന്ത്യൻ എഴുത്തുകാരിയും ദീപ ബാഷ്തി എന്ന വിവർത്തക പങ്കുവച്ചാണ് പുരസ്കാരം നേടിയത്. ഹാർട്ട്ലാം സെലക്ടഡ് സ്റ്റോറീസ് എന്ന പുസ്തകം ബാനു മുഷ്താഖ് എന്ന ഇന്ത്യൻ എഴുത്തുകാരിയും ദീപ ബാഷ്തി എന്ന വിവർത്തകയും പങ്കുവച്ചാണ് പുരസ്കാരം നേടിയത്. കന്നഡ ഭാഷയിൽ നിന്നുള്ള ആദ്യ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവായി മാറി. കന്നഡ ഭാഷയിൽ നിന്നുള്ള ആദ്യ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവായി മാറി. അടുത്ത ക്വസ്റ്റ്യൻ. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്ന് മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കാതൽ എന്ന സിനിമയ്ക്കാണ്. മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ബ്ലസ്സിക്കാണ്. മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ചത് വിദ്യാധരൻ മാസ്റ്റർക്കാണ്. നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. മികച്ച ചിത്രം കാതൽ ദ കോർ. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ ആടുജീവിതം. മികച്ച നടി ഉർവശി ഉള്ളൊഴുക്ക്. ബീന ആർ ചന്ദ്രൻ തടവ്. ബീന ആർ ചന്ദ്രൻ തടവ്. മികച്ച സംവിധായകൻ ബ്ലസ്സി ആടുജീവിതം. രണ്ടാമത്തെ മികച്ച ചിത്രം ഇരട്ട. ഇരട്ടയാണ് രണ്ടാമത്തെ മികച്ച ചിത്രം. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം ആടുജീവിതം. 9 പുരസ്കാരങ്ങളാണ് ആടുജീവിതത്തിന് ലഭിച്ചത്. സ്പെഷ്യൽ ജൂറി അവാർഡ് KR ഗോകുൽ, സുധി കോഴിക്കോട്, കൃഷ്ണൻ. വിശിഷ്ട പുരസ്കാരം സ്ത്രീ ട്രാൻസ് വിഭാഗത്തിൽ കിട്ടിയത് ശാലിനി ഉഷാദേവി എന്നെന്നും. ശാലിനി ഉഷാദേവി. മികച്ച ഗായിക ആൻ ആമി. മികച്ച ഗായിക ആൻ ആമി. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് റോഷൻ മാത്യു സുമംഗല. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് റോഷൻ മാത്യു സുമംഗല. മികച്ച ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്ന് മാത്രമാണ് തെറ്റായ പ്രസ്താവന. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 ഏപ്രിൽ 1 സ്ഥാപിതമായി. അതിന്റെ യഥാർത്ഥ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. എന്നിരുന്നാലും 1937 ആസ്ഥാനം സ്ഥിരമായി മുംബൈയിലേക്ക് മാറ്റി. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. ജനുവരി 1, 2017 പദവിയിൽ പ്രവേശിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ തവണ 2022 മുതൽ 2026 വരെയാണ് റീഇലക്ട് ചെയ്യപ്പെട്ടത്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്തയിലാണ് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം. അലഹബാദിന്റെ ഇപ്പോഴത്തെ പേര് പ്രയാഗ്രാജ്. സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിന്റെ പഴയ പേര് അലഹബാദ് എന്നായിരുന്നു. ഫൈസാബാദിന്റെ പുതിയ പേര് അയോധ്യ. അത് ഉത്തർപ്രദേശിലാണ്. ഗുഡ്ഗാവ് ഇപ്പോഴത്തെ പേര് ഗുരുഗ്രാം, ഹരിയാനയിൽ. മുഗൾ സരായ് ഇപ്പോഴത്തെ പേര് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ നഗർ. പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ നഗർ
ഉത്തർപ്രദേശിലാണ്. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി പത്മ സുബ്രഹ്മണ്യം. നമുക്ക് ഫാത്തിമ ബീവി ഫാക്ട്സ് നോക്കാം. മരണാനന്തരം 2024 പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു. ഫാത്തിമ ബീവിക്ക് 2024 മരണാനന്തരമായിട്ട് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു. LK അദ്വാനിക്ക് ഭാരതരത്നമാണ് ലഭിച്ചത്. 2024 ഭാരതരത്നം LK അദ്വാനി. MS സ്വാമിനാഥൻ ഭാരതരത്നം 2024. MS സ്വാമിനാഥനും ഭാരതരത്നം 2024 ലഭിച്ചിരുന്നു. പത്മവിഭൂഷൺ വിന്നേഴ്സ് 2024. 2024 പത്മവിഭൂഷൺ ലഭിച്ച ആൾക്കാരാണ് പത്മ സുബ്രഹ്മണ്യം, ബിന്ദേശ്വർ പഥക്, M വെങ്കയ്യ നായിഡു, വൈജയന്തിമാല, ചിരഞ്ജീവി. ഈ 5 പേർക്കാണ് പത്മവിഭൂഷൺ 2024 ലഭിച്ചത്. പത്മ സുബ്രഹ്മണ്യം, ബിന്ദേശ്വർ പഥക്, M വെങ്കയ്യ നായിഡു, വൈജയന്തിമാല, ചിരഞ്ജീവി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സി വിജിൽ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും വോട്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും സേവനങ്ങൾ നൽകുന്നതിനുമായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി മൊബൈൽ ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ്, ഇലക്ട്രൽ സെർച്ച് രജിസ്ട്രേഷനും തിരുത്തലുകൾക്കും ഓൺലൈൻ ഫോമുകൾ, പരാതി രജിസ്ട്രേഷനും ട്രാക്കിങ്ങും, പതിവ് ചോദ്യങ്ങൾ, തിരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകളെയും സ്ഥാനാർത്ഥികളെയും കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വോട്ടർമാർക്കുള്ള ഒരു പ്രാഥമിക ആപ്പാണിത്. വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ്. സി വിജിൽ ആപ്പ് എന്താണെന്ന് നോക്കാം. തത്സമയ ട്രാക്കിംഗ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പൗരന്മാർ ഉപയോഗിക്കുന്നു. സി വിജിൽ ആപ്പ്. സാക്ഷം ആപ്പ്. ഇതൊരു ഇലക്ഷൻ കമ്മീഷന്റെ ആപ്പുകളിൽ ഒന്നാണ്. വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. വോട്ടർമാരുടെ പോളിംഗ് നിരീക്ഷിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. വോട്ടർമാരുടെ പോളിംഗ് നിരീക്ഷിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ആപ്പാണ് വോട്ടേഴ്സ് ടേൺ ഔട്ട് ആപ്പ്. ECI നെറ്റ്. പൗരന്മാർക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള ഒരു മൊബൈൽ ആപ്പാണ്. വോട്ടർ രജിസ്ട്രേഷൻ, ഇലക്ട്രൽ റോൾ ഡേറ്റ, പോളിംഗ് സ്റ്റേഷൻ വിശദാംശങ്ങൾ, തത്സമയ അപ്ഡേറ്റുകൾ എന്നിവ നൽകുന്നു. ECI നെറ്റ്. KYC നോ യുവർ കാൻഡിഡേറ്റ്. പ്രൊഫൈലുകളും രേഖകളും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയേക്കാം. പ്രൊഫൈലുകളും രേഖകളും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് KYC നോ യുവർ കാൻഡിഡേറ്റ് എന്ന ആപ്പിൽ. കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട മറ്റു മൊബൈൽ ആപ്പുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കെ സ്മാർട്ട്. ഇത് PYQ ചോദ്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. തദ്ദേശ സ്വയംഭരണം, ജനനം, മരണം, വിവാഹം എന്നിവയ്ക്കുള്ള രജിസ്ട്രേഷൻ, കെട്ടിട അനുമതികൾ, വസ്തു നികുതി പേയ്മെന്റുകൾ, പൊതുജന പരാതി പരിഹാരം എന്നിവയുൾപ്പെടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വാഗ്ദാനം ചെയ്യുന്ന വിവിധ സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കെ സ്മാർട്ട്. പോൾ ആപ്പ്. കേരള പോലീസിന്റെ ഒരു ആപ്പാണ് പോൾ ആപ്പ്. ഏറ്റവും അടുത്തുള്ളതോ അധികാരപരിധിയുള്ളതോ ആയ പോലീസ് സ്റ്റേഷൻ കണ്ടെത്തൽ, ഓഫീസർ കോണ്ടാക്റ്റുകൾ ആക്സസ് ചെയ്യുക, പോലീസ് സേവനങ്ങൾക്കുള്ള പണമടയ്ക്കൽ, പാസ്പോർട്ട് പരിശോധനാ നിലയം പരിശോധിക്കൽ, ജനമൈത്രി സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുന്നു. കേരളം. 17 വ്യത്യസ്ത സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള 100 സേവനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഈ ആപ്പ്
പൗരന്മാർക്ക് സംസ്ഥാന സർക്കാരുമായി ഇടപഴകുന്നതിന് വേഗതയേറിയതും തടസ്സമില്ലാത്തതും ചെലവ് കുറഞ്ഞതുമായ ഒരു മാർഗം പ്രദാനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കേരളം. അടുത്തത് നിർഭയം. നിർണായക സാഹചര്യങ്ങൾ സ്ത്രീകൾക്കുള്ള അടിയന്തര പോലീസ് സഹായ പരിഹാരത്തിന് ഉപയോഗിക്കുന്ന ആപ്പാണ് നിർഭയം. നിർണായക സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്കുള്ള അടിയന്തര പോലീസ് സഹായം. ഈ കോടതി സേവനങ്ങൾ രാജ്യത്തെ സബോർഡിനേറ്റ് കോടതികളിലും മിക്ക ഹൈക്കോടതികളിലും ഫയൽ ചെയ്യപ്പെടുന്ന കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ കോടതി സേവനങ്ങൾ. എൻ്റെ ജില്ല. ഓരോ ജില്ലയിലെയും സർക്കാർ ഓഫീസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. എൻ്റെ ജില്ലയിൽ ഓരോ ജില്ലയിലെയും സർക്കാർ ഓഫീസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. അതുവഴി ഉപയോക്താക്കൾക്ക് ഓൺലൈനായി കോണ്ടാക്റ്റുകൾ കണ്ടെത്താനും റേറ്റ് ചെയ്യാനും ഓഫീസുകൾ അവലോകനം ചെയ്യാനും കഴിയും. വിജിൽ. ഇതാണിപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പൗരന്മാരെ അനുവദിക്കുന്നു. സമ്പൂർണ്ണ പ്ലസ്. കുട്ടികളുടെ സ്കൂൾ പ്രകടനം, ഹാജർനില, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ തത്സമയം നിരീക്ഷിക്കാൻ മാതാപിതാക്കളെ പ്രാപ്തരാക്കുന്നു. സമ്പൂർണ്ണ പ്ലസ് കുട്ടികളുടെ സ്കൂൾ പ്രകടനം, ഹാജർനില, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ തത്സമയം നിരീക്ഷിക്കാൻ മാതാപിതാക്കളെ പ്രാപ്തരാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. ശ്രീ നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന് നമുക്കറിയാം. ക്യാബിനറ്റ് മന്ത്രിമാരെ നോക്കാം. ശ്രീ രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധ മന്ത്രാലയം ശ്രീ രാജ്നാഥ് സിംഗ്. ശ്രീ നിതിൻ ജയറാം ഗഡ്കരി, റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയം. ശ്രീ നിതിൻ ജയറാം ഗഡ്കരി. ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ, കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം. ശിവരാജ് സിംഗ് ചൗഹാൻ, കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം. ശ്രീ അമിത് ഷാ, ആഭ്യന്തര മന്ത്രാലയം, സഹകരണ മന്ത്രാലയം. ആഭ്യന്തരവും സഹകരണവും ശ്രീ അമിത് ഷാ. ശ്രീ ജഗത് പ്രകാശ് നദ്ദ, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, രാസവസ്തുക്കൾ വളങ്ങൾ മന്ത്രാലയം. ശ്രീമതി നിർമ്മല സീതാരാമൻ നമുക്കറിയാം, ധനകാര്യ മന്ത്രാലയം, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ, വിദേശകാര്യ മന്ത്രാലയം. ശ്രീ HD കുമാരസ്വാമി, ഖന വ്യവസായ മന്ത്രാലയം, ഉരുക്ക് മന്ത്രാലയം. ഖന വ്യവസായ മന്ത്രാലയം, ഉരുക്ക് മന്ത്രാലയം ശ്രീ HD കുമാരസ്വാമിയാണ്. HD എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൈ ഡെഫിനിഷൻ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഖന വ്യവസായ മന്ത്രാലയം, ഉരുക്ക് മന്ത്രാലയം. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ, ധർമ്മം അത് വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രാലയം. ശ്രീ മനോഹർ ലാൽ, ഭവന നഗരകാര്യ മന്ത്രാലയം, ഊർജ മന്ത്രാലയം. മനോഹർ അതായത് ഭവന നഗരകാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ മനോഹരമായിരിക്കണം എന്ന അർത്ഥത്തിൽ നമുക്ക് ആലോചിച്ചു വെക്കാം. ശ്രീ മനോഹർ ലാൽ, ഭവന നഗരകാര്യ മന്ത്രാലയം, ഊർജ മന്ത്രാലയം. ശ്രീ പീയൂഷ് ഗോയൽ, വാണിജ്യ വ്യവസായ മന്ത്രാലയം. വാണിജ്യ വ്യവസായ മന്ത്രാലയം, പീയൂഷ് ഗോയൽ. ശ്രീ ജിതൻ റാം മാഞ്ചി, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം. ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാലൻ സിംഗ്, പഞ്ചായത്തി രാജ് മന്ത്രാലയം, ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം. ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാലൻ സിംഗ്, പഞ്ചായത്തി രാജ് മന്ത്രാലയം, ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം. ഡോക്ടർ വീരേന്ദ്രകുമാർ, സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം, ഡോക്ടർ വീരേന്ദ്രകുമാർ. ശ്രീ പ്രഹ്ലാദ് ജോഷി, ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. നവ പുനരുപയോഗ ഊർജ മന്ത്രാലയം. നവ പുനരുപയോഗ ഊർജ മന്ത്രാലയം, ശ്രീ പ്രഹ്ലാദ് ജോഷി. ശ്രീ ഗിരിരാജ് സിംഗ്, ടെക്സ്റ്റൈൽസ് മന്ത്രാലയം, ഗിരിരാജ് സിംഗ്. ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ, വാർത്താവിനിമയ മന്ത്രാലയം. വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയം.
വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയം. ശ്രീ സർബാനന്ദ സോനോവാൾ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. ശ്രീ സർബാനന്ദ സോനോവാൾ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. ശ്രീ കിഞ്ചരപു രാംമോഹൻ നായിഡു. കിഞ്ചരപു രാംമോഹൻ നായിഡു സിവിൽ വ്യോമയാന മന്ത്രാലയം. സിവിൽ വ്യോമയാന മന്ത്രാലയം. ശ്രീ ജുവൽ ഓറം ഗോത്രകാര്യ മന്ത്രാലയം. ജുവൽ ഓറം ഗോത്രം ഓറം. ജുവൽ ഓറം ഗോത്രകാര്യ മന്ത്രാലയം. ശ്രീ അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രാലയം. റെയിൽവേ മന്ത്രാലയം. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം. ശ്രീ അശ്വിനി വൈഷ്ണവ്. ശ്രീ ഭൂപേന്ദർ യാദവ്. ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരിക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരിക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം. ശ്രീ കിരൺ റിജ്ജു പാർലമെന്ററി കാര്യ മന്ത്രാലയം. പാർലമെന്ററി കാര്യ മന്ത്രാലയം ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം കിരൺ റിജിജു. ശ്രീ മൻസുഖ് എൽ മാണ്ഡവ്യ തൊഴിൽ മന്ത്രാലയം യുവജനകാര്യ കായിക മന്ത്രാലയം. ശ്രീ മൻസുഖ് എൽ മാണ്ഡവ്യ. നമുക്ക് ജോലി ലഭിക്കുമ്പോൾ യുവജനങ്ങൾക്ക് നല്ല മനസ്സിന് സുഖമാവും എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കിത് കിട്ടുന്നതാണ്. ശ്രീ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം. ശ്രീ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം. ശ്രീമതി അന്നപൂർണ ദേവി വനിതാ ശിശു വികസന മന്ത്രാലയം. അന്നപൂർണ ദേവി വനിതാ ശിശു വികസന മന്ത്രാലയം. ശ്രീ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ശ്രീ ഹർദീപ് സിംഗ് പുരി. ശ്രീ ജി കിഷൻ റെഡ്ഡി കൽക്കരി മന്ത്രാലയം ഖനി മന്ത്രാലയം. കൽക്കരി മന്ത്രാലയം ഖനി മന്ത്രാലയം. കിഷൻ റെഡ്ഡി. ശ്രീ സി ആർ പാട്ടീൽ ജലശക്തി മന്ത്രാലയം. പാട്ടീൽ ജലശക്തി മന്ത്രാലയം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.